ഇനി കോട്ടയത്തേക്ക് പോയാൽ കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമായിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ ജില്ലയുടെ പല ഭാഗങ്ങളിലും അതിശക്തമായ മഴയാണ് പെയ്തത്. ജില്ലയുടെ കിഴക്കൻ മേഖലയായ പാല, ഈരാറ്റുപേട്ട, മുണ്ടക്കയം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ ആർപ്പൂക്കര, ഐമനം, ഇല്ലിക്കൽ, താഴ്ത്തങ്ങാടി എന്നിവിടങ്ങളിലെ പല വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ 71 ക്യാമ്പുകളിലായി 1600-ലധികം ആളുകളാണ് കഴിയുന്നത്. കോട്ടയം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇന്ന് പുലർച്ചെ വരെ നിർത്താതെ പെയ്യുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കിഴക്കൻ മേഖലയാണ്. കിഴക്കൻ മേഖലയിൽ ഇന്നലെ കുറച്ച് നേരത്തേക്ക് മഴ തോർന്നു നിന്ന ശേഷമാണ് രാത്രി മഴ വീണ്ടും ശക്തമായത്. അതുകൊണ്ട് തന്നെ പാല, ഈരാറ്റുപേട്ട, ഭരണങ്ങാനം തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പടിഞ്ഞാറൻ മേഖലയാണ്. ജില്ലയുടെ പടിഞ്ഞാറ് മേഖലയായ ഐമനം, അതുപോലെ തന്നെ അർപ്പൂക്കര, അതുപോലെ തന്നെ തിരുവാർപ്പ് തുടങ്ങിയ പ്രദേശങ്ങൾ, ഇല്ലിക്കൽ, താഴ്ത്തങ്ങാടി, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ വെള്ളക്കെട്ടുണ്ട്. കോട്ടയം ടൗണിന്റെ ഭാഗങ്ങളിലും ഒക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. മീനച്ചിലാറ് കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം 24 അടി വരെ പോയ മീനച്ചിലാറിന്റെ ജലനിരപ്പ് ഒന്ന് താഴ്ന്നു വന്നിരുന്നെങ്കിൽ പോലും വീണ്ടും ഒന്ന് ഉയർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ ഈ പ്രദേശങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ വീടുകളിലെല്ലാം തന്നെ വെള്ളം ഇത്തരത്തിൽ കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പരിസരത്താകമാനം ജനങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് മറ്റ് മാർഗങ്ങളൊന്നുമില്ല. പലരും വെള്ളത്തിലും മറ്റും ബോട്ടിലും എല്ലാം കയറിയുള്ള ഒരു യാത്ര തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു മാർഗവുമില്ല വീടുകളിലേക്കൊക്കെ പോകാനായിട്ട്. ജനങ്ങളെല്ലാം തന്നെ ഈ ദുരിതബാധിത പ്രദേശങ്ങളിലുള്ള ജനങ്ങളെല്ലാം തന്നെ ക്യാമ്പുകളിലേക്കും മറ്റ് ബന്ധുവീടുകളിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. നിലവിൽ 71 ക്യാമ്പുകളാണ് കോട്ടയം ജില്ലയിൽ ഉള്ളത്. അതിൽ തന്നെ 1600-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്, ഈ ക്യാമ്പുകളിൽ കഴിഞ്ഞു വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് കോട്ടയം താലൂക്കിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതബാധിതരായി ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. മീനച്ചിൽ താലൂക്കും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലുമാണ് ഈ ദുരന്തം, ഈ മഴക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ചതെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ 2 താലൂക്കുകളെയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, വീടുകളിലും എന്തുമാത്രം വെള്ളം കയറി, അതുപോലെ തന്നെ കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി വലിയൊരു നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിഴക്കൻ മേഖലയ്ക്ക് ശേഷം പടിഞ്ഞാറൻ മേഖലയിലേക്കും വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ട്. ഇനിയും ഇവിടെ നിന്ന് നേരെ കുട്ടനാട് ഭാഗത്തേക്കാണ് വെള്ളം ഇറങ്ങേണ്ടത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മഴ ഒന്ന് തോർന്നു നിൽക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ വെള്ളത്തിൽ അവരുടെ വീട്ടിലേക്കൊക്കെ പോകുന്നത്. മറ്റ് മാർഗങ്ങളില്ല യാത്ര ചെയ്തു പോകാനുള്ള. അത്രയും ദുഷ്കരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ 2-3 ദിവസം ഉള്ള നിർത്താതെ പെയ്ത മഴ ഈ കോട്ടയം ജില്ലയിൽ നിന്നും കാണുന്ന ഇത്തരത്തിലുള്ള കാഴ്ചകളാണ്. എവിടെ നിന്ന് നോക്കിയാലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ മാത്രമേ കാണാനുള്ളൂ. ജലം അത്തരത്തിൽ തന്നെ ഉയർന്നു നിൽക്കുകയാണ് പല പ്രദേശങ്ങളിലും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മീനച്ചിലാറും അതുപോലെ മണിമലയാറും രണ്ടും കര കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും നിലവിൽ 71 ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 1600-ലധികം ആളുകളും ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. പലരും അവശനിലയിലുള്ള ആളുകളുണ്ട്, രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ പ്രായമായ ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റും, അല്ലെങ്കിൽ മറ്റ് ബന്ധുവീടുകളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയും അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിലെ വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ട്. മഴയ്ക്ക് നേരിയ ശമനം വന്നതോടുകൂടി. പക്ഷേ പടിഞ്ഞാറൻ മേഖലയിൽ ഇപ്പോഴും വെള്ളം നിലനിൽക്കുന്നുണ്ട്. കോട്ടയം ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാണ്. ഇനിയും മഴ ഇപ്പോൾ ഒന്ന് തോർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് കുറച്ചും കൂടി മഴ ഇത്തരത്തിൽ തന്നെ ശമിച്ചു നിന്നാൽ മാത്രമേ വെള്ളം പൂർണ്ണമായും ഈ പ്രദേശങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോവുകയുള്ളൂ.